രാഹുൽ ഗാന്ധി മോദിയുടെ ഐശ്വര്യം എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് സർ. കാര്യമായിട്ടോ, കാരണം രാഹുൽ ഗാന്ധി എന്ത് ചെയ്തിടണം, അല്ലെങ്കിൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു മോദിക്കെതിരെ, അല്ലെങ്കിൽ BJP സർക്കാരിനെതിരെ എന്ത് ചെയ്താലും അത് പക്ഷേ ഗുണകരമാകുന്ന തരത്തിൽ എത്തുന്നുണ്ട്. പക്ഷേ ഈ ഒരു കുടുംബത്തിന് കൃത്യമായ ഒരു അജണ്ട ഇല്ലേ സർ? ഈ രാജ്യത്തെ തന്നെ ഇല്ലാതെയാക്കുന്ന തരത്തിലേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റും? തെറ്റ് പറയാൻ പറ്റില്ല. അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ധനം സമ്പാദിക്കുക എന്നുള്ളതാണ്. ധനം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയണ പോലെ ഒന്നുമല്ല. ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് അത് സമ്പാദിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ ഇന്ത്യയെ ബാൾക്കനൈസ് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബാൾക്കനൈസ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ പല പല കഷ്ണങ്ങളാക്കാനായിട്ട്. അപ്പോൾ യൂറോപ്പിൽ ബാൾക്കനൈസേഷൻ നടന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പ്, അതിന് ശേഷം. ആ ബാൾക്കനൈസേഷൻ നടപടി ഇവിടെ നടത്താൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അതിനു വേണ്ടി അവരെ അഡ്വൈസ് ചെയ്യാനൊക്കെ ഈ ജോർജ് സോറോസിനെ പോലുള്ള കുറേ അലവലാദികളുണ്ട്. രാഹുൽ ഗാന്ധി പരാജയമാണ്. ഇപ്പോൾ നമുക്ക് രാഹുൽ ഗാന്ധിനെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല, കാരണം സമയം വെറുതെ മെനക്കെടുത്താന്ന് മാത്രമേ ഉള്ളൂ. ഇവരെന്താ പ്രശ്നം കോൺഗ്രസിൻ്റെ എന്ന് പറഞ്ഞാൽ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെ പോലെയാണ് കോൺഗ്രസ് ഇപ്പോൾ പെരുമാറുന്നത്, കോൺഗ്രസ് നേതാക്കൾ പെരുമാറുന്നത്. ആ കുടുംബം ഇല്ലെങ്കിൽ, നെഹ്റു ഗാന്ധി കുടുംബം ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്നുള്ള അവസ്ഥയിലാണ്. പല നേതാക്കന്മാരും പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ നിലനിൽപ്പിനനുസരിച്ചിട്ടാണ്. പക്ഷേ അതിന് ഒരു അപവാദം ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന മണിശങ്കർ അയ്യരാണ്. മണിശങ്കർ അയ്യർ കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നിട്ട് പിണറായി വിജയനെ പോയി. പക്ഷേ ഈ മണിശങ്കർ അയ്യറിന് ഈ പറഞ്ഞ പോലെ പ്രായം 85 വയസ്സ് എന്താണ്ട് ഒറ്റയായി. പിന്നെ അമിതമായി വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ പിന്നെ ബോധമല്ല എന്താ വിളിച്ച് പറയണമെന്നുള്ളത്. അതൊക്കെ ആയിരിക്കാം കാരണം. അതിനൊപ്പം തന്നെ അയാൾ കേംബ്രിഡ്ജിൽ ഓക്സ്ഫോർഡിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് അയാൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ CPIM അല്ല, ആഗോളതലത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ റിക്രൂട്ടായിരുന്നു. മാർക്സിസ്റ്റ് സൊസൈറ്റി ഓഫ് കേംബ്രിഡ്ജ് മാർക്സിസ്റ്റ് സൊസൈറ്റി ഓഫ് ഓക്സ്ഫോർഡിലെ മെമ്പറായിരുന്നു അയാൾ. കോൺഗ്രസിനേക്കാൾ ഉപരി അയാൾക്ക് യോജിക്കുക കമ്മ്യൂണിസ്റ്റ്, കാരണം അയാളൊരു അനാർക്കിസ്റ്റാണ്. അയാൾ IFSൽ കയറി, അതൊക്കെ കഴിവാണ്, സമ്മതിച്ചു. അതിപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് സിവിൽ സർവീസിൽ പരീക്ഷയിൽ പാസ്സാവാൻ പറ്റും. അതയാൾ പാസ്സായ അയാൾ IFS. പക്ഷേ അയാൾ IFSൽ ഇരുന്നുകൊണ്ട് അയാൾ ഒരു നയതന്ത്ര വിദഗ്ധൻ എന്നുള്ള രീതിയിലൊന്നും ചെയ്തിട്ടില്ല. അയാൾ ജോയിൻറ്റ് സെക്രട്ടറി വരെയായി. പിന്നെ എങ്ങനെയോ രാജീവ് ഗാന്ധിയുടെ പരിചയക്കാരാണ്. ഡൂൺ സ്കൂളിലൊക്കെ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ രാജീവ് ഗാന്ധിയുടെ കൂടി അയാളുടെ ഓഫീസിലോ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. 89 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട സമയപ്പോൾ അയാൾ രാജിവെച്ചു. എന്നിട്ട് ജോലി രാജിവെച്ച് കോൺഗ്രസ്സിൽ, അങ്ങനെയാണ് അയാൾ മത്സരിക്കുകയും മയിലാടുതുറ എന്നൊക്കെ തിരഞ്ഞെടുക്കപ്പെടുകയൊക്കെ ചെയ്തത്. അയാളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അയാൾ കോൺഗ്രസ്സുകാരനല്ല, കോൺഗ്രസ് പാർട്ടിയിൽ അയാളുണ്ടോ എന്ന് തന്നെ അയാൾക്ക് അറിയാൻ പാടില്ല, അയാളാരും വക വയ്ക്കാറില്ല. പിന്നെ കേരളത്തിൽ ഒന്നുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ വേണുഗോപാലിനൊക്കെ കയറി ഗുണ്ടാന്നും മറ്റേ സതീഷിനെ അലവലാതി നന്നാണ്ടൊക്കെ വിളിച്ചു പോയിന്നവരോടും. അതവിടെ ഇരിക്കട്ടെ. ഇവർക്ക് ആർക്കും ഈ ഗാന്ധി നെഹ്റു ഫാമിലീനെ ചോദ്യം ചെയ്യാനായിട്ടുള്ള ധൈര്യമില്ല. കാരണം ഒന്നാമത്തത്, ഇവർക്ക് സ്വന്തമായിട്ടൊരു എന്താ പറയുക കോൺസ്റ്റിറ്റ്യുവൻസി ഇല്ല. എന്ന് പറഞ്ഞാൽ ഇപ്പം നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഒരു അഖിലേന്ത്യാ പരിവേഷമുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് അഖിലേന്ത്യ തലത്തിൽ, കേരളത്തിലെ കാര്യം വിടുക, കേരളത്തിലെ മാധ്യമങ്ങളും ആണ് അദ്ദേഹത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടിരുന്നത്. അമിത്ഷാ ആണെങ്കിലും നരേന്ദ്രമോദി ആണെങ്കിലും രാജ്നാഥ് സിംഗ് ഒക്കെ ആണെങ്കിലും അവർക്കൊരു അക്സെപ്റ്റബിലിറ്റി ഉണ്ട്, സ്വീകാര്യതയുണ്ട് ഇന്ത്യയിൽ മൊത്തം. ഇവർക്ക് അതൊന്നും ഇല്ലല്ലോ ഈ പറയുന്ന നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കോ തമിഴ്നാട്ടിലെ കോൺഗ്രസ്സുകാർക്കോ ഒക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തമിഴ്നാട്ടിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ. തമിഴ്നാട്ടിൽ DMK കോൺഗ്രസിനെ കണക്കാക്കണം എങ്ങനെയാണ്? വെറും ഡോർ മാറ്റായിട്ട്, ചവിട്ടി, നമ്മൾ റൂമിൻ്റെ പുറത്തിടില്ലേ ചവിട്ടി, അതായിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും ക്രംസ് എറിഞ്ഞു കൊടുക്കും, അതും മേടിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാരും മിണ്ടാതിരുന്നോളും. ഇപ്പോൾ ഒരു MP ഉണ്ട്, മാണിക്യം താക്കൂർ എന്നോ ഒറ്റ പറഞ്ഞൊരു MP ഉണ്ട് തമിഴ്നാട്ടിൽ. അയാൾ പറഞ്ഞു, ഞങ്ങൾ ചോദിക്കുന്ന സീറ്റുകൾ തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ വേറെ വഴി നോക്കും, ഞങ്ങൾ വിജയുടെ പാർട്ടിയിലായിട്ട് അലയൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK മുന്നോട്ട് വച്ചിരിക്കുന്ന നിലപാട് മാണിക്യം താക്കൂറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം.
അപ്പോൾ അപ്പം തന്നെ അറിയാൻ പാടില്ല തമിഴ്നാട്ടിലെ കോൺഗ്രസിൻ്റെ കാര്യം എന്താണെന്ന്. ഉം. ഇവിടെ കേരളത്തിലോ? കേരളത്തിൽ ഇപ്പോൾ ആൾക്കാർ പറയണേ മുസ്ലിം ലീഗിൻ്റെ ബി ടീമാണ് കോൺഗ്രസ് എന്നാ പറയണേ. ഈ നമ്മുടെ കാന്തപുരം ഹാജിയാർ മുസ്ലിയാർ, അദ്ദേഹം ഡൽഹിയിൽ പോയിട്ട് പറഞ്ഞു ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല, അവർ സ്വസ്ഥമായിട്ടാണ് ജീവിക്കണം, സമാധാനമായിട്ടാണ് ജീവിക്കണം, ഇവിടെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, മുസ്ലിങ്ങൾ ഭയങ്കര അപകടത്തിലാണ് ജീവിക്കുന്നത്. മുസ്ലിങ്ങൾ പറയണു മുസ്ലിങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷേ സതീശൻ സമ്മതിക്കില്ല. ഇതൊരു ഫിയർ സൈക്കോസിസ് ഉണ്ടാക്കാനാണ് മുസ്ലിങ്ങളുടെ ഇടയിൽ. ഈ കോൺഗ്രസിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമായ രീതിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. പക്ഷേ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോകുന്നു എന്നല്ല പറയേണ്ടത്, അത് പരിതാപകരത്തിലും വേഴ്സ്റ്റാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അവസ്ഥ. 2029 ഇലക്ഷൻ ആകുമ്പോഴേക്കും ഉം. കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ സർ? അല്ല, അങ്ങനെ ഈ കോൺഗ്രസ് മുക്ത് ഭാരതം എന്ന് നരേന്ദ്രമോദിയോ അമിത്ഷായോ ബി ജെ പി ഒരിടത്തും പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് മുക്ത ഭാരതം എന്നുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് കോൺഗ്രസ് ഈ രാജ്യത്ത് വളർത്തിയെടുത്ത ഒരു കൾച്ചറുണ്ട്, സംസ്കാരമുണ്ട്. അഴിമതിയുടെ സംസ്കാരം, സ്വജനപക്ഷപാതത്തിൻ്റെ സംസ്കാരം, രാജ്യദ്രോഹത്തിൻ്റെ സംസ്കാരം, അത് മാറ്റിയെടുക്കണമെന്ന് മാത്രമേ അവർ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അല്ലാണ്ട് കോൺഗ്രസ്സിനെ ഇല്ലാതാക്കണമെന്ന് അവരൊരിടത്തും പറഞ്ഞിട്ടില്ല. അവർ അത്ര വിഡ്ഢികളല്ല. ഒരു കോൺഗ്രസ്സിന് ഇപ്പോഴും നമ്മൾ വിളിക്കുന്ന GOP, ഗ്രാൻഡ് ഓൾഡ് പാർട്ടി ഓഫ് ഇന്ത്യ, അത് BJP-കാർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഈ ഫാമിലിയുടെ ക്ലച്ചസിൽ നിന്ന്, ഫാമിലിയുടെ ഷാക്കിൾസിൽ നിന്നും ഈ പാർട്ടിയെ ഫ്രീ ആക്കണം. അതിന് ജനാധിപത്യത്തിലും മറ്റേ രാജ്യസ്നേഹത്തിലും അഗാധമായ ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരെ വേണം കോൺഗ്രസ്സിന് ഉണ്ടാവേണ്ടത്. ഒരു കാലത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എത്ര നല്ല നേതാക്കന്മാരുണ്ടായിരുന്നു. ഞാൻ ബിജു പട്നായിക്, അതല്ലെങ്കിൽ നിജലിംഗപ്പ, കാമരാജ്, ദെൻ വസന്ത് ദാദാ പാട്ടീൽ, SK പാട്ടീൽ, ദെൻ YB ചവാൻ, ജഗ്ജീവൻ റാം, ബഹുഗുണ, അച്ഛൻ ബഹുഗുണ, ദെൻ ചന്ദ്രശേഖർ, മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖർ, നന്ദിനി സത്പതി, ഇങ്ങനെയുള്ളവരൊക്കെ കോൺഗ്രസിൻ്റെ, മൊറാർജി ദേശായി, പിന്നെ താരകേശ്വരി സിൻഹ, ഇങ്ങനെയുള്ള എത്രയോ വൻ കോൺഗ്രസ് നേതാക്കളുള്ള, രാജഗോപാലാചാരി, പിന്നീട് അദ്ദേഹം സ്വതന്ത്ര പാർട്ടിയിൽ പോയി. ദാറ്റ്സ് അനദർ തിങ്. എന്തുകൊണ്ടാണ് പോയത്? ഈ കോൺഗ്രസിൻ്റെ ഈ പെരുമാറ്റം മോശമായതുകൊണ്ട്. സാർ, ഇപ്പോൾ ഈ പറയുന്ന പേരുകളല്ലാതെ ഇപ്പൊ ഇതുപോലെ എടുത്തു പറയാൻ ഈ കാലഘട്ടത്തിൽ ഒരു പേരുകളും ഇല്ല എന്നുള്ളതല്ലേ? ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി, ഇനിയിപ്പോൾ പ്രിയങ്ക ഗാന്ധിയും കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ മകനാണെന്ന് പറയുന്നു. ഈ ഒരു കൈവട്ടത്തിൽ നിന്ന് ഇത് മാറുന്നില്ലല്ലോ. മാറില്ല, ഒരിക്കലും ഇല്ല. ഐ എം സോ സോറി. കോൺഗ്രസിനകത്ത് ആ നേരത്തെ പറഞ്ഞ പേരുകളോട് അവരുടെ സ്റ്റേജിലുള്ള ഒരു നേതാവ് പോലും ഇല്ല. ഞാൻ പിന്നെയും പറയാൻ മറന്നു, സിദ്ധാർത്ഥ ശങ്കർ റായ്, ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്നു സിദ്ധാർത്ഥ ശങ്കർ. അദ്ദേഹം പഞ്ചാബ് ഗവർണറൊക്കെ ആയിരുന്നു. കോൺഗ്രസ് നേതാവിന് അതുല്യ നേതാവായിരുന്നു. പിന്നെയും പുതിയ തലമുറയിൽ ഒരു കോൺഗ്രസ്, ശക്തനായൊരു കോൺഗ്രസ് നേതാവെന്ന് പറയാനുള്ള ആൾ പ്രണബ് മുഖർജി ആയിരുന്നു. പക്ഷേ ആ പ്രണബ് മുഖർജി അദ്ദേഹത്തിൻ്റെ ആത്മകഥയല്ല, മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ് എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ഈ ജനാധിപത്യം എന്ന് പറയുന്നതും ഇതിൻ്റെ ഇൻറ്റഗ്രിറ്റി എന്താണെന്നും എനിക്ക് കൂടുതൽ മനസ്സിലായത് നരേന്ദ്രമോദിയിൽ നിന്നാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അദ്ദേഹം ജനങ്ങളെ നേർവഴിക്കേ നയിക്കുകയുള്ളൂ. ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുക എന്നുള്ളത്. ഞാൻ അദ്ദേഹത്തോട് പല നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്ത് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരേ ഓർമ്മയുണ്ടോ, ഈ പ്രണബ് മുഖർജിയും നരേന്ദ്രമോദിയും വ്യത്യസ്ത രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് വന്നാണെങ്കിൽ അവർ എത്രമാത്രം സമന്വയത്തോടു കൂടിയാണ്, എത്രമാത്രം യൂണിറ്റിയോടു കൂടിയാണ് അവർ പ്രവർത്തിച്ചിരുന്നതെന്ന്. പ്രണബ് മുഖർജി 2014 ശേഷം നടത്തിയ എല്ലാ പ്രസംഗങ്ങളിലും പാർലമെൻറ്റ് അംഗങ്ങളോട് പറയുമായിരുന്നു, പ്രത്യേകിച്ച് കോൺഗ്രസ് അംഗങ്ങളോട്, നിങ്ങൾ ഡിബേറ്റ് ചെയ്യൂ, ഡിസ്കസ് ചെയ്യൂ, ഡിസിഡൻ്റായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തു, പക്ഷേ നെവർ ഡിസ്റപ്റ്റ് ദ ഹൗസ്. പാർലമെൻറ്റ് നടപടികൾ കണ്ട് അദ്ദേഹം മനം നൊന്താണ് പറഞ്ഞത്. അദ്ദേഹം ഇവർക്കൊരു വലിയ ഭീഷണിയായിരുന്നു, ഈ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഒതുക്കാനായിട്ട് അവർ എത്രയോ ശ്രമം നടത്തി. അപ്പോൾ ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ പ്രസിദ്ധീകരിച്ച ബയോഗ്രഫിയിൽ ഇത് എഴുതണം എന്നുണ്ടെങ്കിൽ എന്തുമാത്രം ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കണം അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ നിന്ന് ആലോചിച്ച് നോക്കൂ.
അദ്ദേഹം നാഗ്പൂരിൽ ഡോക്ടർ ഹെഗ്ഡവാർ മെമ്മോറിയലിൽ പോയി അവിടെ എഴുതി വെച്ചത്, ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഇന്ത്യയുടെ ഏറ്റവും മഹാനായ പുത്രൻ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് എഴുതിയത്. ബട്ട് ഹി ഡൈഡ് എ കോൺഗ്രസ് മാൻ. കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ അദ്ദേഹം മരിച്ചത്. കോൺഗ്രസ് തീർന്നു. ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ ആത്മാവ് ജീർണിച്ച് 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 പുഴുത്തിരിക്കുകയാണ്. ഇനി അത് ഇല്ലാതാവണം എന്നുണ്ടെങ്കിൽ ഈ അമ്മയും മകനും മകളും മകളുടെ ഭർത്താവും കോൺഗ്രസ് വിട്ടു പോകണം. അവരെ സ്വതന്ത്രമാക്കാതെ കോൺഗ്രസ്സിനകത്ത് നല്ലൊരു നേതാവ് ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം നന്നായിട്ട് ഉയർന്നു വന്നിരുന്ന നേതാക്കന്മാരൊക്കെ ഒന്നിനു പുറകെ ഒന്നായിട്ട് പല സാഹചര്യങ്ങളാൽ ഇല്ലാതായി പോവുകയാണ് ചെയ്തത്. രാജേഷ് പൈലറ്റ്, മാധവറാവ് സിന്ധ്യ, ജിതേന്ദ്ര പ്രസാദ്, സാമുവൽ രാജശേഖർ റെഡ്ഡി, എത്ര പേര് അങ്ങനെ ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെട്ടത്. എന്തായിരുന്നു അതിൻ്റെ പിന്നിലൊക്കെ ഉള്ളത്? എന്തെങ്കിലും അന്വേഷണം നടത്തിയിട്ടുണ്ടോ? ഒന്നും നടത്തിയിട്ടില്ല. അതല്ലെങ്കിൽ വാഹനാപകടത്തിൽ മരിക്കേണ്ട ആളാണോ രാജേഷ് പൈലറ്റ്? നല്ലൊരു കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹം. പക്ഷെ അവർക്ക് വേണ്ടത് ഈ പറഞ്ഞ പോലെ നമ്മുടെ KC വേണുഗോപാൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രതിഭാസങ്ങളെയാണ് അവർക്ക് വേണ്ടത്. ഫാമിലി റീറ്റെയിനേഴ്സ് എന്ന് പറയും. കുടുംബത്തിന് വീട്ടുവേല ചെയ്തെടുത്തു കൊടുക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി വിചാരിച്ചാലൊന്നും ചെയ്യാൻ പറ്റില്ല. കോൺഗ്രസിനെ റിവൈവ് ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല. അതിന് പറ്റിയ നേതാക്കന്മാരില്ല കോൺഗ്രസ് പാർട്ടിയിൽ. അമരീന്ദർ സിംഗ്, മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി, എത്ര പ്രഗത്ഭനായ നേതാവായിരുന്നു. കപൂർത്തല രാജകുടുംബാംഗമാണ്. ആർമിയിൽ ക്യാപ്റ്റനായിരുന്നു. 1971 ഇൻഡോ പാകിസ്ഥാൻ യുദ്ധത്തിൽ അസാമാന്യ പ്രകടനവും ധീരതയും കാഴ്ചവെച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെ വെറുപ്പിച്ചോടിച്ചു. അങ്ങനെയാണോ ചെയ്യേണ്ടത്? അവർക്ക് വേണ്ടത് ഇതാ, ഈ പറഞ്ഞ പോലെ P. ചിദംബരം, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ അവർക്ക് വേണ്ടത്. P. ചിദംബരത്തിൻ്റെയൊക്കെ ഭാവം കണ്ടാൽ തോന്നും അയാൾ യൂണിയൻ ബജറ്റ് അവതരിപ്പിക്കാൻ കഴിവുള്ള ലോകത്തെ ഒരേ ഒരു വ്യക്തി അയാളാണ്. ദൈവം അയാളെ മാത്രമാണ് ഒരു 5 കിലോ ബുദ്ധി കൂടുതലോടുകൂടിയാണ് ജനിപ്പിച്ചിരിക്കണമെന്നാണ് അയാൾ സ്വയം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. സാഫ്രോൺ ടെററിസം എന്നുള്ള വാക്കിൻ്റെ മറ്റേ ഉപജ്ഞാതാവാണ് മൂപ്പര്. എന്തിനാണെന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ കയ്യടി മേടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം തീർന്നില്ലേ കാന്തപുരം പറഞ്ഞോടുകൂടി? കോൺഗ്രസിൻ്റെ കാര്യം പോക്കാം, കോൺഗ്രസിൻ്റെ ഭാവി പോക്കാം. കോൺഗ്രസ് എന്ത് ചെയ്താലും നല്ല നേതാവുണ്ടെങ്കിൽ മാത്രമേ അതിന് ഇഫക്റ്റീവായിട്ട് തിരിച്ചുകൊണ്ട് പറ്റുള്ളൂ. ഇപ്പോൾ സീസൺ നരേന്ദ്രമോദിയുടെ സീസണാണ്. അദ്ദേഹം വളരെ മാന്യമായിട്ട് ഭരിക്കണം. ഈ മറ്റുള്ളവർ എന്ത് ബഹളം ഉണ്ടാക്കിയാലും അദ്ദേഹം കണക്കാക്കണില്ല. ലെറ്റ് ദ ഡോഗ്സ് ബാർക്ക്, ദ കാരവൻ വിൽ ഗോ മൂവ് ഫോർവേഡ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് ചാനലിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. സഹായം വേണ്ടത് വളരെ നിസ്സാരമായൊരു സഹായമാണ്. നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുമ്പോൾ ഇന്ത്യ ലൈവ് എന്നുള്ളതിൻ്റെ IND എന്നുള്ള ആ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ബാർ തെളിഞ്ഞു വരും. അതിലൊന്ന് വിരലമർത്തി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ദയവായി നിങ്ങളുടെ സഹായം ഇന്ത്യ ലൈവിന് തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.